കോൺകേവ് മിറർ പ്രാക്ടിക്കലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5 മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ്. ഒന്ന് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്, 2 നോർമൽ ഇൻസിഡന്റ് റിഫ്ലക്ഷൻ മെത്തേഡ്, 3ാമത്തെ UV മെത്തേഡ് ആണ്. ഇതാണ് 3 നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ കിട്ടിയ വാല്യൂസ് യൂസ് ചെയ്തിട്ട് UV ഗ്രാഫ് ഉപയോഗിച്ചിട്ടും 1/UV നമ്മൾ എന്താ കാണാൻ പോകുന്നത്, ഈ ഒരു നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കോൺകേവ് മിറർ ഇല്ലേ, ഈ ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ടാസ്ക്. ഫസ്റ്റ് നോക്കിക്കുക, ഫസ്റ്റ് മെത്തേഡ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്. നമ്മൾ 10ാം ക്ലാസ്സിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ ഫസ്റ്റ് പഠിച്ച നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിൽ വളരെ അകലെ നിന്നും വരുന്ന ഇൻഫിനിറ്റിന്ന് ആണ് ഒബ്ജക്ട് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഇമേജ് എവിടെയാണല്ലോ ഉണ്ടാവുക? നേരെ വന്ന അതിൽ കൂടെ പോകണം, F കൂടെ പോകണം. ഇവിടെ വളരെ അകലെ നിന്നും വരുന്ന ലൈറ്റ് റേസ് പോയി ഇൻസിഡന്റ് ചെയ്യുന്ന എവിടെയാ പോയി ഇൻസിഡന്റ് ചെയ്യുക? എവിടെ പോയി ഇൻസിഡന്റ് ചെയ്യും? ഫോക്കസ് പോയി ഇൻസിഡന്റ് ചെയ്യും. അതാണ് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിൽ 4 ട്രയൽ എടുക്കുക. അതിൽ നമുക്ക് കിട്ടുന്നത് തന്നെ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് കിട്ടുന്നത് തന്നെ എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. നമ്മൾ എന്താണ് മെഷർമെന്റ് എടുക്കുന്നത് അതാണ് എന്ത്? ഈ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ വളരെ അകലെ നിൽക്കുന്ന നമ്മളുടെ അപ്പം ചുമരുമേൽ പുറത്ത് വളരെ അകലെ നിൽക്കുന്ന ഒരു ഇമേജ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കോൺവെക്സ് ലെൻസ് ഇവിടെ കോൺകേവ് ലെൻസ് മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. കോൺകേവ് മിറർ അങ്ങനെ ആ ഒരു ഇമേജ് വന്ന് ഇതിലേക്ക് ഹിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ലൈറ്റ് റൈസ് വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാണ്. വളരെ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ സെറ്റ് ചെയ്യും. ആ പോയിന്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈൻ, അതായത് സ്ക്രീനിന്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് ആ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ മിററിന്റെ ഈ പോയിന്റ് അല്ല, മിററിന്റെ അതേ പ്രൊപ്പോർഷനിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്കെയിൽ എടുക്കുക, ഈ ഒരു അളവ് മെഷർ ചെയ്യുക, അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ കാണാം 10.5, ഒരു 10 പോയിന്റ് സംതിങ് റേറ്റ്, 10.5 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ രീതിയിലാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് ചെയ്യേണ്ടത്.